അതെ, കൊച്ചി ടു വാൽപ്പാറയിൽ നമ്മൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള 10 പ്ലേസസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ അതിരപ്പള്ളി വാട്ടർഫോൾസ് ആണ്. അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ചാർപ്പ ഫോൾസ് നമുക്ക് വിസിറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ അടുത്തുള്ള വാഴച്ചാൽ വാട്ടർഫോൾസും കൂടി നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോറസ്റ്റ് റൂട്ടിലൂടെയാണ് നമ്മുടെ വാൽപ്പാറയിലോട്ട് പോകുന്നത്. ഈ റൂട്ട് വളരെ ബ്യൂട്ടിഫുൾ ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോളയാർ ഡാമിലോട്ട് പോകാം. ഷോളയാർ ഡാം വളരെ ബ്യൂട്ടിഫുൾ ആണ്. നമുക്കതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ്. കുറച്ച് നേരം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ആ ഒരു വാട്ടർ വ്യൂവും അതുപോലെ തന്നെ ആ ഒരു സീനറീസൊക്കെ കണ്ടതിന് ശേഷം നമ്മുടെ സെവൻത് ഹെവൻ എന്നറിയപ്പെടുന്ന വാൽപ്പാറയിലോട്ട് എത്താം. വാൽപ്പാറ ഈസ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. ബൈക്കേഴ്സിനൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു റൂട്ടാണ്. ഇതിൽ എവിടെ നോക്കിയാലും നല്ല സീനറീസാണ്. ഈ തേയിലത്തോട്ടങ്ങളും പിന്നെ ക്ലൈമറ്റും വളരെ നല്ലതായിരുന്നു ഈ ഒരു മൺസൂണിലായതുകൊണ്ട് തന്നെ. കാരണം പോകുന്ന വഴിയൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കാണാനുള്ള സ്ഥലം കാൽവാർ മാർഷ് പോയിൻ്റാണ്. ഇതൊരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അതൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് തലണ്ണാർ സ്നോ പോയിൻ്റാണ് അടുത്ത പ്ലേസ്. ഇത് എക്സ്ട്രീംലി ബ്യൂട്ടിഫുള്ളാണ്. കാരണം ആ ഒരു ക്ലൈമറ്റും കാറ്റും സീനറീസും ഒക്കെ കൊണ്ട് വളരെ റിച്ച് ആയിട്ടുള്ളൊരു പ്ലേസാണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോട്ടോ പോയിൻ്റാണ്. വാട്ടർഫോൾ വില്ലേജാണ്. അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് തന്നെ. പിന്നെ നമുക്കൊരു വാൽപ്പാറ ഹെയർ പിൻ റോഡിൽ വരുമ്പോഴത്തേക്കും അലിയാർ ഡാം വ്യൂ ഉണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ അലിയാർ ഡാമിൻ്റെ നല്ലൊരു വ്യൂ കിട്ടും. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനലി പൊള്ളാച്ചിയിലുള്ള മങ്കി ഫോൾസും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം പ്ലാൻ ചെയ്ത് നമുക്ക് ട്രിപ്പ് പോവാം. താങ്ക് യു.